ഇന്ന് നമ്മോടൊപ്പം മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര ഇൻ്റലിജൻറ്റ് ഹൈബ്രിഡ് മോഡലാണ് കൂടെയുള്ളത്. നമ്മളിപ്പോൾ നിരവധി മോഡൽസ് ഇപ്പം പെട്രോളും ഡീസലും അതുപോലെ തന്നെ ഇലക്ട്രിക് മോഡൽസൊക്കെ ഒരുപാട് റിവ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ അതായത് ഈ ഒരു ഹൈബ്രിഡ് മോഡൽ ഇറങ്ങിയിട്ട് 2022 മാരുതി സുസുക്കി അവതരിപ്പിച്ചാണ്. അപ്പോൾ അന്നൊരു സമയത്ത് ചെറിയ രീതിയിൽ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം കൊച്ചിയിലാണുള്ളത്. നമ്മുടെ പാലാരിവട്ടത്തുള്ള പോപ്പുലർ നെക്സ ഷോറൂമിൽ നിന്നാണ് വെഹിക്കിൾ എടുത്തിട്ടുള്ളത്. ഇപ്പം പോപ്പുലറിൻ്റെ സൈഡിൽ നമ്മൾ ഒരുപാട് വെഹിക്കിൾസ് എപ്പോഴും റിവ്യൂവിന് എടുക്കുന്നതാണ്. ഓൾ കേരള ഡീലർഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ സെയിൽസ് സർവീസ് എല്ലാം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണല്ലോ. അതേപോലെ കൂട്ടുകാരൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ടീം കൂടെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലർ റാലിയിലൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ടീം കൂടെയാണ്. അപ്പോൾ എന്നാലും പോപ്പുലറിൻ്റെ സൈഡിൽ നിന്ന് വെഹിക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയർ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് വീഡിയോ നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ടോപ്പ് ആൻഡ് മോഡൽ ഫുള്ളി ഹൈബ്രിഡ് സപ്പോർട്ടുള്ള മോഡൽ വരുമ്പോഴത്തേക്കും 2 വീൽ ഡ്രൈവ് ആണ്. പക്ഷേ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 4 വീൽ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വെഹിക്കിൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ഇൻ്റലിജൻറ്റ് ഹൈബ്രിഡിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് SUV ആ ഒരു കാറ്റഗറി നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു മോഡലാണ്. അതായത് 27.9 ആണ് കമ്പനി പറയുന്ന ഫ്യൂവൽ എഫിഷ്യൻസി കേട്ടോ. അതുമാത്രമല്ല പ്രൈസ് പോയിന്റ് നോക്കുവാണെങ്കിൽ 2 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് സീറ്റ പ്ലസും ആൽഫ പ്ലസും. ഇതിപ്പോൾ ടോപ്പ് ആൻഡ് ആൽഫ പ്ലസ് ആണ്. ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 18.43 lakhsലാണ് ബേസ് മോഡൽ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്ററൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20 lakhsലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിലേക്ക് എന്തായാലും നമുക്ക് ഇപ്പം ടൊയോട്ടയുടെ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാലോ. മാരുതി സുസുക്കിയും ടൊയോട്ടയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. ആകെപ്പാടെ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട് ആൻഡ് റിയറിലുള്ള ആ ഒരു ലുക്കിൻ്റെ വ്യത്യാസവും ഇൻറ്റീരിയറിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വെഹിക്കിൾ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറോൾ കുറച്ചുകൂടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. പിന്നെ ഒരു ഗ്യാപ്പിലേക്ക് ഇപ്പോൾ ലോങ് റണ്ണിലേക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും നമുക്ക് ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളുള്ളത് കൊണ്ടും പിന്നെ ഇതിൻ്റെ കംഫർട്ട് ലെവൽ കാര്യങ്ങളുള്ളത് കൊണ്ടും നമുക്ക് നല്ല കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു മോഡലൂടെയാണ്. ഇപ്പം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കുറേ അധികം മോഡൽസ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ റിവ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എമർജൻസിയിൽ കുറച്ച് ലോങ്ങിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ചാർജിങ് സ്റ്റേഷൻസിൻ്റെ ഒരു അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്കിലിപ്പോൾ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഇലക്ട്രിക് വേണ്ട എന്നുള്ളൊരു തോട്ടുള്ളവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്തായാലും ഈ ഒരു നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഈ ഒരു ഹൈബ്രിഡ് മോഡൽ. അപ്പോൾ ഇനി എന്നാലും നമുക്ക് ഡ്രൈവ് എക്സ്പീരിയൻസും ഇൻസ്റ്റൈലിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഓവറോൾ ലുക്ക് കാര്യങ്ങളെ പറ്റി എടുത്ത് പറയുന്നത് നമ്മളിപ്പം കുറച്ചായിട്ട് കാണുന്നതാണ്, ഏകദേശം 1.5 കൊല്ലമായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഒരു മോഡൽ തന്നിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഫ്രണ്ടിൽ ഈ ഒരു DRLസും അതേപോലെ തന്നെ പ്രൊജക്ഷൻ ഹെഡ് ലാംപ്സ് തന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ തന്നിട്ടുള്ള കാര്യങ്ങൾ, സൈഡ് വ്യൂവിലാണെങ്കിൽ ഡയമണ്ട് കട്ട് ഡ്യുവൽ ടോണുള്ള അലോയ് വീൽസ് കാണാം, 17 ഇഞ്ച് വീൽസാണ്. പിന്നെ റിയർസൈഡിലെ ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാര ഈ CVTയുടെ ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. കാരണം നമ്മുടെ നോർമൽ മോഡൽ വരുമ്പോഴത്തേക്കും സ്മാർട്ട് ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 373 ലിറ്ററാണ്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് 265 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. കാരണം ഇതിൽ വന്നിട്ടുള്ള ബാറ്ററി പാക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ ആ ഒരു സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 60/40 സ്പ്ലിറ്റ് സീറ്റ് കാണാം. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും വെഹിക്കിൾ ഡ്രൈവിന് എടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യം കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അതായത് ഇതിൽ വന്നിട്ടുള്ള ഒരു ടെക്നോളജി അറിയാമല്ലോ, ഈ CVT ആണ്. ഇലക്ട്രിക്കിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഉള്ള ഒരു എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 cc പെട്രോൾ എൻജിനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഒരു മോട്ടറും ഉണ്ട്. പിന്നെ ബാറ്ററി പാക്ക് വരുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, റിയർ സൈഡിലാണ് ബാറ്ററി പാക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം പവർ 85 കിലോവാട്ടാണ് കിട്ടുന്നൊരു പവർ. അതേപോലെ തന്നെ മാക്സിമം ടോർക്ക് 141 Nm ആണ് മാക്സിമം ടോർക്ക് കിട്ടുന്നത്. അപ്പം രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പവറും ടോർക്കുമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇത് ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ എക്സ്പീരിയൻസ് ആണ് ഇനി പറയാനുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ കുറച്ച് മുന്നേ ചെറിയൊരു ഡ്രൈവ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രൈവിന് എടുക്കാം. ഫസ്റ്റ് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ വളരെ നൈസായിട്ടുള്ള സ്റ്റാർട്ടാണ്, സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല, ലൈക്ക് ഇലക്ട്രിക് കാർ. ഇപ്പം മോട്ടർ ഓൺ ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഇനി ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നുണ്ട്, കണ്ടോ.
അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 km/h ആ ഒരു സ്പീഡ് വരെ നമുക്ക് മോട്ടർ യൂസ് ചെയ്തിട്ട് ബാറ്ററിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു വെഹിക്കിൾ റൺ ആവുന്നത്. പിന്നെ കുറച്ചുകൂടെ നമുക്ക് പുഷ് ചെയ്ത് ഓടിക്കണമെങ്കിൽ, കുറച്ചുകൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഓടിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു എൻജിനിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിപ്പം ഏറ്റവും നമുക്ക് സിറ്റി പർപ്പസിലേക്കും അതേപോലെ തന്നെ കുറച്ച് ലോങ് പോകുന്ന സമയത്തൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നല്ല ഫ്യൂൽ എഫിഷ്യൻസിയിൽ എന്തായാലും പോകാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പാർട്ടെന്ന് പറയുന്നത് ഈ ഒരു CVTയുടെ. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൽ ഉള്ള മോഡ്സൂടെ, ഡ്രൈവിംഗ് മോഡ്സൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അതായത് 3 മോഡ്സാണ് മെയിനായിട്ടുള്ളത്. ഇത് കണ്ടോ, ഡ്രൈവ് മോഡ്. 1 എക്കോ, 2 നോർമൽ, 3ാമത്തെ പവർ മോഡ്. അങ്ങനെ 3 മോഡ്സ് ഉണ്ട്. കുറച്ചുകൂടെ പെർഫോമൻസ് ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓടിക്കണമെങ്കിൽ നമുക്ക് പവർ മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എക്കോയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എക്കോയിലിട്ടിട്ട് പിന്നെ EV മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 40 ആയിരിക്കണം മാക്സിമം സ്പീഡ്. 40ക്കുള്ളിലാണെങ്കിൽ നമുക്ക് EV മോഡിൽ EV മാത്രമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷനും എന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ചാർജ് ഉണ്ടാകണം. ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി അറിയാമല്ലോ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ചാർജ് ഫില്ലാവുകയാണ്. സോ ആകെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40% എബോ ചാർജ് ഉണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് ഞാനിനി കുറച്ച് കാലം എടുത്തൊന്ന് ഓടിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പുഷ് ചെയ്ത് ഓടിക്കണമല്ലോ. അപ്പം അധികം റഷില്ലാത്ത റോഡിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ്, റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ഞാനിതിപ്പോൾ സിറ്റിയിൽ നമ്മുടെ പാലാരിവട്ട സൈഡിലും അല്ലെങ്കിൽ ലുലുവിൻ്റെ സൈഡിലൊക്കെ ഓടിച്ചപ്പോഴാണെങ്കിലും സിറ്റി മോഡ്സിൽ നമുക്ക് കുറച്ച് ആ ഒരു സൗണ്ട് ഇല്ലാതെ വളരെ കാമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല പവറും ഉണ്ട്. അതേപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതായത് നമുക്ക് ഇതിൽ ഇപ്പം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണല്ലോ. അപ്പോൾ അതിൽ പാർക്ക് ഓപ്ഷൻ ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്. ഡ്രൈവ് കഴിഞ്ഞിട്ട് ഏറ്റവും ബാക്കിലായിട്ട് B എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ട്. ആ ഒരു മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇലക്ട്രിക് കാസിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ത്രൂ തന്നെ നമുക്ക് ബാറ്ററി കുറച്ച് ചാർജ് ആവുന്ന ഒരു ടെക്നോളജി ഉണ്ട്. സോ അതിനൊക്കെ ഒരു പകരം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അതിനോട് അടുപ്പിച്ച് കിട്ടാവുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഹിൽ ഏരിയ കൂടെ പോവാണ്, ഒരു ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു B മോഡിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെറിയൊരു ബ്രേക്ക് ഒരു അപ്ലൈ ആയിട്ട് ഒരു റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടിയിട്ട് ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെക്നോളജി കൂടെ എന്തായാലും നമ്മുടെ ഈ ഒരു മോഡൽ വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ കുറച്ച് ഇൻസൈഡിലെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യാം. ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടാണ് കേട്ടോ. വളരെ ഹഗ് ചെയ്ത രീതിയിലുള്ളൊരു ബക്കറ്റ് സീറ്റ്സ് നമുക്ക് കാണാം. അതും വെന്റിലേറ്റർ സീറ്റ്സ്, ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വെന്റിലേറ്റർ സീറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രലായിട്ടൊരു ആംബ്രസ്റ്റ്, കുറച്ച് യൂട്ടിലിറ്റി സ്പേസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും HUD ഡിസ്പ്ലേയും 360° ക്യാമറയുടെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. HUD ഡിസ്പ്ലേ നമ്മൾ ബെല്ലേനെ ഇറങ്ങിയപ്പോൾ തൊട്ട് കണ്ടാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ടോപ്പനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതിലുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. സേഫ്റ്റി കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും 9 ഇഞ്ചുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇപ്പം സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് 7 ഇഞ്ചാണ്. ഇപ്പം ഈ ഒരു മോഡൽ വന്നപ്പോഴത്തേക്കും അത് 9 ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലസ്റ്ററിൻ്റെ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഇത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് കിട്ടുന്നത് കേട്ടോ. അതിൽ തന്നെ നമുക്ക് ഞാൻ പറയില്ലേ, നമ്മൾ ഓടിക്കുന്ന ആ ഒരു പവർ കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് ഗ്രാഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. എക്കോ ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇന്റീരിയർ സൈഡിലെ ഇപ്പോൾ ഡാഷ്ബോർഡ് പറഞ്ഞിട്ടുള്ള കാര്യം നോക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് അറിയാമല്ലോ, കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഹൈറൈഡറാണ്. അത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഇന്റീരിയർ കുറേ വ്യത്യാസമുണ്ട്. രണ്ടിലും 2 തീമിലാണ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്, ചെറിയ ചെറിയ മാറ്റങ്ങൾ. പിന്നെ ഫ്രണ്ടും റെയറും ഓൾറെഡി പറഞ്ഞു, ആ ഒരു മാറ്റങ്ങളും ഇന്റീരിയറിലെ ഈ കൊച്ചു മാറ്റങ്ങളും ഒക്കെ ഉള്ളൂ. ബാക്കി വണ്ടിയുടെ ഓവറോൾ ഫീച്ചേഴ്സും എഞ്ചിനും അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി എല്ലാം തന്നെ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും AC സൈഡ് വരുമ്പോഴത്തേക്കും ഒരു ഡ്യുവൽ ടോൺ AC കിട്ടുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോട് കൂടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ചാർജിങ് ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. വയർലെസ് മൊബൈൽ ചാർജിങ് ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പിന്നെ മോഡ്സിൻ്റെ ചേഞ്ചൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ജസ്റ്റ് റിയർ സൈഡിലെ കംഫർട്ടൂടെ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യാം. റിയർ സൈഡും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു സീറ്റ് കംഫർട്ട് പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് കംഫർട്ടാണ്.
നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതേപോലെ റിക്ലൈൻ ആംഗിൾ ചെറിയ രീതിയിലൊന്ന് റിക്ലൈൻ ചെയ്ത് ഇപ്പോൾ ലോങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്കും റിയർ സൈഡിൽ ഇരിക്കുന്നവർക്ക് കംഫർട്ടബിൾ ആകുന്ന വിധമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിയർ AC വെൻസും ചാർജിങ് ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റിയർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഓവറോൾ എങ്ങനെയുണ്ട്? ഇപ്പം നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഫുള്ളി ഹൈബ്രിഡ് മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ ഷെയർ ചെയ്തു. ഇപ്പം ഒരു ഫാമിലി പർപ്പസിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ലോങ് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി പർപ്പസിലേക്കാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫ്യൂവൽ എഫിഷ്യൻസിയോടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടറും ബാറ്ററിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല രീതിയിലുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പോപ്പുലർ നെക്സ പാലാരിവട്ടത്തെ സിബിൻ കൂടെയുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് അറിയാം. ഞാനും സുബിനും കൂടെ ലാസ്റ്റ് ഇയർ ഗ്രാൻഡ് വിറ്റാര സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിന് കണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ജിംനിയുടെ ലോഞ്ചിനും കണ്ടിട്ടുണ്ട്. അപ്പോൾ സുബിനെ ഇപ്പം എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ആ ടൈമിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എക്സ്പീരിയൻസ് ഒക്കെ നൈസ് ആയിട്ടുണ്ട്. അപ്പം ഇതിന് കുറച്ച് ഓഫേഴ്സ് ഇപ്പോൾ നമ്മുടെ പോപ്പുലറിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമോ? നമുക്ക് നിലവിൽ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര നമുക്ക് ഈ CVT മോഡൽസിന് നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ 79,100 ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ്, കൺസ്യൂമർ ഓഫർ എല്ലാം, പിന്നെ കോർപ്പറേറ്റ് ഓഫർ എല്ലാം ഇൻക്ലൂഡിംഗ് ആയിട്ടാണ് ഈ ബെനിഫിറ്റ് പറയുന്നത്. നമുക്ക് അതായത് ടോട്ടൽ ഒരു 1,26,000 രൂപ വരെ ഓഫർ കിട്ടും. അത് ബെനിഫിറ്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഈ മോഡൽ കമ്പയർ ചെയ്യുന്ന എല്ലാവരും ഹൈ റൈഡറായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ റൈഡറിന് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് കൂടുതലാണ് വരുന്നത്. ടോപ്പ് ആൻഡ് വേരിയന്റ് കമ്പയർ ചെയ്യുമ്പോൾ 20 lakh എബോവ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ടാക്സ് എമൗണ്ട് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ് കാണാൻ നോക്കിയിട്ടാണ് 1,26,000 ബെനിഫിറ്റ് ഇപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാര എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ മാരുതി സൈഡിൽ നിന്നാണെങ്കിലും നല്ല രീതിയിലൊരു വൈഡ് സപ്പോർട്ട്, സർവീസ് നെറ്റ്വർക്കിന്റെ സപ്പോർട്ട് കാര്യങ്ങളും കൂടെ തീർച്ചയായും നമുക്ക് മാരുതി പറയാൻ വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാം 5 കിലോമീറ്റർ റേഡിയസ് തന്നെ മാരുതി സർവീസ് സെന്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എവിടെ ഓൾ ഇന്ത്യ എവിടെ ട്രാവൽ ചെയ്താലും നമുക്ക് സർവീസ് സെന്റർക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ റിവ്യൂ എടുത്ത സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന്റെ ബാറ്ററിയുടെയും മോട്ടറിന്റെ ഒക്കെ വാറണ്ടിയുടെ കാര്യങ്ങൾ അതുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ബാറ്ററി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. 177 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ബാറ്ററിക്ക് നമുക്ക് കമ്പനി പറയുന്ന വാറണ്ടി വെച്ച് കഴിഞ്ഞാൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് ബാറ്ററി വാറണ്ടി തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 8 വർഷം തന്നെ ഒരു മാക്സിമം ഒരു EV ഓടിക്കുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു പാക്കേജ് തന്നെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സെൽ വൈസ് റീപ്ലേസ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 168 സെൽസ് എന്നതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെല്ല് കംപ്ലൈൻറ്റ് ഓരോ സെൽ വൈസും നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു നല്ല രീതിയിൽ കോസ്റ്റ് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു മോഡലാണ്. നല്ലൊരു പാക്കേജാണ്. ഡ്യൂറേഷൻ അതുപോലെ തന്നെ വെഹിക്കിളിന്റെ വാറണ്ടിയോ അല്ലെങ്കിൽ എഞ്ചിൻ വാറണ്ടിയോ? നമുക്ക് എഞ്ചിനും സെപ്പറേറ്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഞ്ചിനാണെങ്കിൽ നമുക്ക് 1.5 ലിറ്റർ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നോർമൽ നമുക്ക് 5 ഇയർ ഓർ 1 lakh കിലോമീറ്റർ, അതും എഞ്ചിൻ്റെ എല്ലാ കാര്യത്തിലും വാറണ്ടിയും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു പാക്കേജ് എന്തായാലും തീർച്ചയായും നല്ലൊരു പാക്കേജ് തന്നെയാണ്. ഓക്കെ. അത് മാത്രമല്ല ഇപ്പം ഈ ഒരു മാസത്തെ ഓഫേഴ്സ് ആണ് ഈ പറഞ്ഞത്. എന്തെങ്കിലും വെഹിക്കിൾസ് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറേ ഓഫേഴ്സ് ഉണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ പോപ്പുലർ നെക്സ പാലാരിവട്ടത്തിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. താങ്ക് യു സുബിൻ. അപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഇൻ്റലിജൻറ്റ് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തു. അപ്പം മാരുതിയുടെ സൈഡിൽ നിന്ന് എന്തായാലും ഇപ്പം കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അഫോർഡബിൾ റേറ്റിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ കിട്ടുന്നത്. അതേപോലെ തന്നെ സേഫ്റ്റി, അതേപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും നന്നായിട്ട് തന്നെ ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ലോങ് റണ്ണിലേക്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ തന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലോ അല്ലെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ നെക്സ പാലാരിവട്ടം നമ്പറും പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.